പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശിരസിൽ മറ്റൊരു പൊൻതൂവൽ കൂടി. 8 വയസ്സാവുന്ന GST ഇന്ത്യൻ സാമ്പത്തിക കുതിപ്പിന്റെ നട്ടെല്ലായി മാറുമ്പോൾ സാധാരണക്കാരനായ ഓരോ ഇന്ത്യക്കാരനും അതിൽ അഭിമാനിക്കാൻ വകയുണ്ട്. ഇന്ത്യയുടെ സോജില ടണൽ മോദി സർക്കാർ പണിതത് ഇന്ത്യയിലെ ജനങ്ങൾ നൽകിയ GST പണം കൂടി ചേർത്തിട്ടാണ്. മോദി സർക്കാർ കയ്യടി നേടുന്നത് അവിടെയാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളെന്ന് സർക്കാരിനെതിരെ വിരൽ ചൂണ്ടി വിധി എഴുതിയ നിരവധി പദ്ധതികൾ രാജ്യത്ത് വിജയം കണ്ടിട്ടുണ്ട്. അതിലൊന്നാണ് GST. എന്തിനും ഏതിനും മോദിയെ കുറ്റപ്പെടുത്തുന്ന രാഹുൽ ഗാന്ധിയും GSTയിൽ മണ്ണ് വാരിയിട്ട കക്ഷിയാണ്. എന്തായാലും പലർക്കും GST 8 വർഷം കൊണ്ട് കനത്ത പ്രഹരമാണ് സമ്മാനിച്ചിരിക്കുന്നത്. 8 വർഷം കൊണ്ട് ഒരു രാജ്യത്തിന്റെ സ്വപ്നങ്ങൾക്ക് ചിറകു പകരാൻ GSTക്ക് കഴിഞ്ഞു. നികുതിയുടെ കാര്യത്തിൽ ഇന്ത്യക്ക് സുതാര്യത ലഭിച്ചു. ഗ്രാമങ്ങളിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും റോഡുകളും റെയിൽവേ ലൈനുകളും പണിയുന്നതിന്, എന്തിന് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ അതിർത്തി കാക്കാനായി മൂളിപ്പറക്കുന്ന മിസൈലുകൾക്കും യുദ്ധവിമാനങ്ങൾക്കും വരെ ഈ GST തുക ചിലവഴിക്കപ്പെടുന്നു. GST ആയി നമ്മളിൽ നിന്നും പിടിക്കുന്ന തുക എങ്ങനെയൊക്കെ ചിലവഴിക്കുന്നു എന്നതിന് കൃത്യമായ ഡിജിറ്റൽ രേഖകൾ കേന്ദ്ര സർക്കാരിന്റെ പക്കലുണ്ട്. ആർക്കും ഏത് നിമിഷവും ഇത് പരിശോധിക്കാം. അത്രയ്ക്ക് സുതാര്യമാണ് GST നികുതി ഘടന. GSTയിൽ ലഭിക്കുന്ന ഓരോ രൂപയും എങ്ങനെയാണ് ചിലവഴിക്കുന്നത് എന്നതിന് വ്യക്തമായ കണക്കുണ്ട്. 1 രൂപയിലെ 38 പൈസ പലിശ, പെൻഷൻ, വായ്പാ തിരിച്ചടവ്, ഇൻഷുറൻസ് അടവുകൾ എന്നിവയ്ക്കാണ് ഇന്ത്യ ഉപയോഗിക്കുന്നത്. 13 പൈസ ആയുധങ്ങൾ വാങ്ങാനും നിർമ്മിക്കാനും സൈനിക ചെലവിനും ഉപയോഗിക്കുന്നു. ഏകദേശം 6 പൈസയോളം റോഡുകളും പാലങ്ങളും നിർമ്മിക്കാനാണ് ചിലവഴിക്കുക. ഏകദേശം 4 പൈസയോളം ഗ്രാമങ്ങളിലെ ജലസേചനത്തിനും വൈദ്യുതി തുടങ്ങിയ ഭൗതിക സാഹചര്യങ്ങൾ നൽകാനും ഉപയോഗിക്കും. ആരോഗ്യം, കൃഷി, വ്യവസായം തുടങ്ങിയ മേഖലകൾക്കാണ് ബാക്കി ഉപയോഗിക്കുക. പല തട്ടുകളിലായി സംസ്ഥാന നികുതിയും കേന്ദ്ര നികുതിയുമായി ചിതറിക്കിടന്നിരുന്ന നികുതി ഘടന GSTയിലൂടെ സുതാര്യമായ ഒരൊറ്റ നികുതി ഘടനയായി മാറി. മോദി സർക്കാരിന്റെ ഏറ്റവും വലിയ പരിഷ്കാരങ്ങളിൽ ഒന്നായിരുന്നു GST. അന്ന് ധനമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലിക്കായിരുന്നു രാജ്യത്തെ GSTയെ കുറിച്ച് ബോധ്യപ്പെടുത്താനുള്ള ചുമതല. GST തുക പാഴാകുന്നില്ല എന്ന് ഓരോ ഇന്ത്യക്കാരനും അറിയേണ്ടതുണ്ട്. അത് അഭിമാനത്തോടെ നൽകാൻ നമ്മൾ തയ്യാറാവുകയും വേണം. ഇന്ത്യയുടെ വികസനത്തിനാണ് ഈ തുക ഉപയോഗിക്കപ്പെടുന്നത്. ആയുധങ്ങൾ വാങ്ങാൻ, റോഡുകൾ പണിയാൻ, പ്രകാശമെത്താത്ത കുഗ്രാമങ്ങളിൽ വൈദ്യുതി എത്തിക്കാൻ, അങ്ങനെ ഇന്ത്യയുടെ കുതിപ്പിന്, ശക്തിപ്രകാരമുള്ള ഇന്ത്യയുടെ ദൗത്യത്തിന് ഓരോ ഇന്ത്യക്കാരനും GSTയിലൂടെ ഒരു ചെറിയ സഹായം നൽകുകയാണ്. ഒരു രാജ്യത്തിന് ഒരു വിപണിയും ഒരൊറ്റ നികുതിയും എന്നതായിരുന്നു GSTയുടെ പിന്നിലെ കൺസെപ്റ്റ്. രാജ്യത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾക്ക് സുതാര്യത കൈവരുന്നു. തുടക്കത്തിൽ മാസത്തിൽ 1.5 ലക്ഷം കോടിയായിരുന്ന GST വരുമാനം ഇപ്പോൾ 2 ലക്ഷം കോടിയും കടന്ന് മുകളിലേക്ക് കുതിക്കുകയാണ്. GST ഇന്ത്യയുടെ സാമ്പത്തിക നട്ടെല്ലായി മാറിയിരിക്കുന്നു. പ്രതിവർഷം 10 മുതൽ 12% വരെ GST പിരിവിൽ വർധന ഉണ്ടാകുന്നുണ്ട്. ഇൻകം ടാക്സും കോർപ്പറേറ്റ് ടാക്സും പ്രത്യക്ഷ നികുതിയെങ്കിൽ GST പരോക്ഷ നികുതിയാണ്. ഇന്ന് ഈ നികുതി നൽകുന്നതിൽ വ്യക്തികൾക്കോ ബിസിനസ്സുകാർക്കോ പരാതികളില്ല. കാരണം എല്ലാം സുതാര്യമാണ്. GST നൽകാതെ നികുതി വെട്ടിക്കുന്നവരെ കണ്ടെത്താനും എളുപ്പമാണ്. അതിനാൽ GST എന്ന പരോക്ഷ നികുതി സമ്പ്രദായം രാജ്യനിർമ്മാണത്തിന്റെ കാതലായ ഇന്ധനമായി മാറിയിരിക്കുന്നു. ഇക്കാര്യത്തിൽ രാജ്യം അത് നടപ്പാക്കാൻ നട്ടെല്ല് കാട്ടിയ മോദി സർക്കാരിനോട് നമ്മൾ നന്ദി പറയണം. ഇന്ത്യയിലെ GSTയുടെ വിജയം കണ്ട മറ്റു രാജ്യങ്ങളും GST അനുകരിച്ച് രംഗത്ത് വരാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ മുൻനിരയിലാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ. സോജില തുരങ്ക നിർമ്മാണത്തിന് 12,000 കോടി രൂപയാണ് ആദ്യം നിർമ്മാണ ചെലവ് വകയിരുത്തിയത്. പിന്നീട് അന്താരാഷ്ട്ര തലത്തിൽ ഉൾപ്പെടെയുള്ള വിദഗ്ധരുമായി 1 കൊല്ലത്തോളം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് നിർമ്മാണ ചെലവ് 5,000 കോടി രൂപയ്ക്ക് താഴെ എത്തിക്കാൻ സാധിച്ചത്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് പ്രതീക്ഷിച്ച ചെലവിനേക്കാൾ 5,000 കോടി രൂപയിലധികം ലാഭിക്കാൻ ജമ്മുവിൽ മോദി സർക്കാർ പണിത സോജില ടണൽ കൊണ്ട് സാധിച്ചത്. ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായിരുന്നു ഇത്. കാശ്മീർ ജനതയുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന പദ്ധതി. കാശ്മീരിലെ ലഡാക്കിനെയും കാർഗിലിനെയും ബന്ധിപ്പിക്കുന്ന സോജില ടണൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ടണലാണ്. ഹിമാലയത്തെ തുറന്ന് 2 നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ബൃഹത് പദ്ധതിക്കെടുത്ത പണത്തിലെ നല്ലൊരു പങ്ക് നമ്മൾ ഓരോരുത്തരും നൽകിയിട്ടുണ്ട് GST ആയി എന്ന് ആലോചിക്കുമ്പോൾ നമുക്കും അഭിമാനിക്കാം. ന്യൂസ് ഡെസ്ക് കർമ്മസ്.